തൃശൂർ ചേലക്കരയിൽ പോലീസ് ജീപ്പ് പിടിച്ച് പരുക്കേറ്റ സ്ത്രീ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലും നടന്നത് വൻ അട്ടിമറി. ഷൊർണൂർ SHO കേസെടുക്കുന്നില്ലെന്ന പരാതി അന്വേഷിച്ചത് അതേ ഉദ്യോഗസ്ഥൻ തന്നെ. നട്ടലിനും തലയ്ക്കും ഗുരുതരമായി പരുക്കേറ്റ രജനി ഇപ്പോഴും ചികിത്സയിലാണ്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, ഏത് സ്റ്റേഷനെതിരെയാണോ പരാതി നൽകിയിരുന്നത് ആ സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ആ കേസ് അന്വേഷിക്കുന്നു. എന്തൊക്കെയാണ് സൂരജ് വിവരങ്ങൾ? ആൻമരിയ, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീതി തേടിയാണ് ഈ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പക്ഷേ ആ പരാതി അന്വേഷിച്ചതാകട്ടെ ആരോപണ വിധേയനായ അതേ ഉദ്യോഗസ്ഥനും. അതാണ്, ഏത് ഉദ്യോഗസ്ഥനാണോ കേസെടുക്കാതിരുന്നത് അതേ ഉദ്യോഗസ്ഥനെ തന്നെ ആ കേസ് അന്വേഷിപ്പിക്കാൻ, ആ പരാതി അന്വേഷിപ്പിക്കാൻ നിയോഗിക്കുന്ന ഒരു വിചിത്ര നടപടിയാണ് ഇപ്പോൾ തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഈ ചേലക്കര സ്വദേശിയായിട്ടുള്ള രജനിയും സുഹൃത്തും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഈ ഒറ്റപ്പാലം CIയും അതുപോലെ തന്നെ ഡ്രൈവറും പോയിരുന്ന പോലീസ് ജീപ്പ് പിടിച്ച് മറിയുകയും പിന്നീട് ഇവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. രജനിക്ക് നട്ടലിനും അതുപോലെ തന്നെ തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റു. രജനി ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. ഈ സംഭവത്തിൽ ചികിത്സാ ചിലവടക്കം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി നൽകരുത് എന്ന് അന്ന് CI അഭ്യർത്ഥിച്ചു. ഇതോടുകൂടി ഈ യുവതി ആദ്യഘട്ടത്തിൽ പരാതി നൽകിയില്ല. പക്ഷേ ഈ ആശുപത്രി ചിലവ് പോലും നൽകാതെ പോലീസുകാർ അവിടെ നിന്ന് മുങ്ങിയതോടുകൂടിയാണ് യുവതി പരാതിയുമായി ഷൊർണൂർ പോലീസിനെ സമീപിക്കുന്നത്. പക്ഷേ ഷൊർണൂർ പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തില്ല എന്ന് മാത്രമല്ല, പോലീസിന്റെ ജീപ്പിന്റെ ഹെഡ്ലൈറ്റ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് യുവതിക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ഈ സംഭവത്തിലാണ് യുവതി തന്റെ പരാതി സ്വീകരിക്കണമെന്നും തനിക്ക് നീതി വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. പക്ഷേ ആ ഷൊർണൂർ പോലീസിനെ കൊണ്ട് തന്നെ ആ പരാതി അന്വേഷിപ്പിച്ചുകൊണ്ട് ആ പരാതി ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്ന ഇതാണ്: പോലീസ് നൽകിയ പരാതിയിൽ ഒരു കേസെടുത്തിട്ടുണ്ട്. ആ കേസിന്റെ ഭാഗമായി അന്വേഷണം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുവതി നൽകിയ പരാതിയിൽ കേസെടുക്കാൻ കഴിയില്ല എന്നുകൂടിയുള്ള ഒരു വിചിത്ര വാദം ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായും ഉയർത്തുന്നുണ്ട് ആൻമരിയ. ശരി, നീതിക്കായി നൽകിയ പരാതിയിലും അടിമുടി അട്ടിമറി. പോലീസ് ജീപ്പ് പിടിച്ച് പരിക്കേറ്റ സ്ത്രീ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് ഇത്തരത്തിൽ വൻ അട്ടിമറി നടന്നിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ നിന്നും സൂരജ് സജി.